മിടുക്കന്മാര് മിടുക്കുള്ള സ്ഥലത്ത് വേണം പോകാൻ അല്ലേ. അപ്പൊ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡുകളിലേക്ക് പോകാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ബിറ്റ്സ് പിലാനി എന്നാണ് അറിയപ്പെടുക. BITSAT, ബിറ്റ്സാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്. ബിറ്റ്സ് പിലാനിയിലേക്കും ബിറ്റ്സിന്റെ ഇന്ത്യയിലുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള സെലക്ഷനാണ്. എല്ലാ തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളും ഉണ്ട്. മെഡിക്കൽ കോഴ്സുകളിൽ ഫാർമസി, ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോഫിസിക്സ് പോലത്തെ കോഴ്സുകൾ അത് വേറെയുണ്ട്. നാനോ ടെക്നോളജി വരെ കോഴ്സുകൾ ഇപ്പോൾ അവിടെ ലഭ്യമാണ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള സയൻസ് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റിയാണ് ബിറ്റ്സ് പിലാനി. അവിടേക്ക് എൻട്രൻസ് പരീക്ഷ വിളിക്കുകയാണ്. ജനുവരി 3-ാം ആഴ്ച അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. ഏപ്രിൽ മാസം വരെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. മെയ് 1-ാമത്തെ ആഴ്ചയിലാണ് എൻട്രൻസ് പരീക്ഷ ഉണ്ടാവുക. ഈ പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ +2 പാസ്സാവും. 75% മാർക്ക് അഗ്രിഗേറ്റ് കിട്ടണം. മാത്രമല്ല ഓരോ സബ്ജക്റ്റിലും 60% മാർക്കും കിട്ടണം. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചാലുള്ള ഏറ്റവും വലിയ മെച്ചം എന്താ വെച്ചാൽ, ഇത്തരം സ്ഥാപനങ്ങളിലെ അലുമിനി, പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ബെസ്റ്റ് കമ്പനികളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസിൽ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ നല്ല ഓപ്പർച്യൂണിറ്റീസ് ക്യാമ്പസ് ഇന്റർവ്യൂവിലാണെങ്കിലും ശരി, സാധാരണ കമ്പനികളുടെ ഇന്റർവ്യൂവിലാണെങ്കിലും ശരി, ഒക്കെ വലിയ അഡ്വാൻറ്റേജ് കിട്ടും. എടാ, എന്തായാലും പഠിക്കുകയാണ് അല്ലേ. മക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എന്തായാലും നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ പിന്നെ അത് ഏറ്റവും നല്ലെടുക്കുകയെന്ന് വേണ്ടേ പഠിക്കാൻ. വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയണം. സ്വപ്നങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു ഊർജം വരും. ഇപ്പൊ 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും 11-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും 12-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്താനുള്ള വഴികളെ കുറിച്ച് മനസ്സിലാക്കണം. അവിടെ ചോദിക്കുന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ഇനി ബയോ സ്ട്രീമിലാണെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്കൽ സ്ട്രീമിലാണെങ്കിൽ മാത്തമാറ്റിക്സ്, കൂടാതെ കുറച്ച് ജനറൽ ഇംഗ്ലീഷും കുറച്ച് ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ പരീക്ഷയാണ്. ഓൺലൈനിൽ മാത്രമേ എക്സാം ഉള്ളൂ. അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നീതിപൂർവം പ്രവർത്തിച്ചു തുടങ്ങും. നാളത്തെ ദിവസവും നാളത്തെ കാലവും അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, മിടുക്കന്മാർക്ക് വേണ്ടിയുള്ളതാണ്. Okay, so keep watching my channel. All the best.